ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ കാട്ടാൾ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ 5ാം ഉത്സവ ദിവസം നടന്ന അന്നദാന സദ്യയാണ്. ഇതാ കണ്ടില്ലേ, സദ്യ എല്ലാം റെഡിയായി കഴിഞ്ഞു, എല്ലാം തയ്യാറായി. നമ്മുടെ ഉച്ചയ്ക്ക് അമ്പലത്തിലെ ഉച്ചപൂജ കഴിഞ്ഞ് പോറ്റി വന്ന് ഇവിടെ ഒക്കെ പനനീരൊക്കെ തളിച്ച് അമ്മയുടെ അനുഗ്രഹം ഈ പ്രസാദത്തിൽ ഉണ്ട് എന്ന് തെളിയിച്ചു. പിന്നെ ഇത് പ്രസാദത്തിൽ പനനീരൊക്കെ തളിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്തർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ മാതൃസമിതി അംഗങ്ങൾ ഭക്തർക്ക് ആഹാരം കൊടുക്കാനായിട്ട് അവർ ബാഡ്ജൊക്കെ ഇട്ട് വളരെ സന്തോഷം, അതായത് ഈ സന്തോഷം കണ്ടില്ലേ, എല്ലാവരും സന്തോഷമായിട്ട് അമ്മയുടെ ആ പ്രസാദം ഭക്തജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറായി എല്ലാവരും നിൽക്കുകയാണ്. ചോറും എല്ലാം റെഡിയായി, എല്ലാവരുടെ മുമ്പിലും സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞു. എല്ലാവരും തവികളൊക്കെ പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് കൊടുക്കാനുള്ള സന്തോഷമാണ്, എല്ലാവർക്കും ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഭക്തജനങ്ങൾ, അതായത് 10 മണി മുതൽ ഇവിടെ ക്യൂ നിൽക്കുകയാണ്. അതുപോലെ സ്കൂൾ കുട്ടികളും ഓഫീസിലുള്ളവരും എന്ന് വേണ്ട എല്ലാവരും ഉച്ചയ്ക്ക് വന്ന് അമ്മയുടെ ഈ പ്രസാദം കഴിച്ചിട്ട് പോകുന്നവരാണ് 3/4 ഭക്തരും ഉള്ളത്. അതായത് കടകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ നമ്മുടെ ഈ പ്രസാദം കഴിച്ചിട്ട് മടങ്ങുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ തിരക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇത്രയും തിരക്കാണ്, നല്ല തിരക്കാണ്. കഴിക്കും, പോവും, ലാസ്റ്റ് പായസം, അതായത് ഒരു പ്രാവശ്യം ചോറും കറികളെല്ലാം കൊടുത്തിട്ട് രണ്ടാമത്തെ പ്രാവശ്യം പുളിശ്ശേരിയും ചോറുമായിട്ട് മറു സൈഡിൽ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ പായസമൊക്കെ കൊടുക്കുന്നു. എല്ലാം കുടിച്ച് വളരെയധികം തൃപ്തിയായിട്ട് നമ്മുടെ ഭക്തർ മടങ്ങി പോവുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി 10ാം ഉത്സവം, നമ്മുടെ തൂക്ക മഹോത്സവം എന്ന് തന്നെ പറയാം. തൂക്കവും താലപ്പൊലിയും അത് ഞാൻ അടുത്തൊരു വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം നമുക്കിവിടെ കട്ടാലമ്മയുടെ പൊങ്കാല അതും കാണാം. ഓക്കെ.